സാലഡ് ലവേഴ്സൊക്കെ ഇതേ ഇവിടെ കമോൺ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സൂപ്പർ ഒരു സാലഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉദ്ദേശം നമുക്ക് മേക്ക് യുവർ ഓൺ സാലഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. കാരണം ഇതിലെ എല്ലാതും വീട്ടിലുള്ള എല്ലാവരും കഴിക്കില്ല, അതാണ് കാര്യം. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഭയങ്കര കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ എടുക്കാൻ. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വെജീസും ഫ്രൂട്ട്സും ഉണ്ട്. ഒന്ന് സാലഡ് ക്യൂക്കമ്പർ ഉണ്ട്, ടൊമാറ്റോ, പിന്നെ എന്താ നമ്മുടെ ക്യാപ്സിക്കം, കോൺ ഉണ്ട് കേട്ടോ, കോൺ വേവിച്ചതാണ്. പിന്നെ ലെറ്റസ് ഉണ്ട്, ഒനിയൻ, പിന്നെ 2 പ്രധാനപ്പെട്ട ഐറ്റം എന്ന് വെച്ചാൽ പീനട്ട്, അതായത് മസാല ജസ്റ്റ് ഒന്ന് മസാല റോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പീനട്ടും ഉണ്ട്. പിന്നെന്താ നമ്മുടെ പഫ്ഡ് റൈസ്, അതാണ് മെയിൻ താരം. അത് ഭയങ്കര ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പം കഴിക്കുമ്പോഴാണ് അത് ഇല്ലെങ്കിൽ ഭയങ്കര സോക്കായി പോകും. അപ്പോൾ നിങ്ങളത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ടു, അതായത് മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അണിയൻ ഉണ്ട്, പിന്നെ നമ്മൾ ഗ്രീക്ക് യോഗർട്ട്, പിന്നെ പിഞ്ച് ഓഫ് സോൾട്ട്, പെപ്പർ. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് കഴിച്ച് നോക്കി, കിഡുമായിട്ടാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഏത് റെസ്റ്റോറൻറ്റ്സിൽ പോയാലും സാലഡ്സ് പറയാറുണ്ട്. പലവിധ സാലഡ്സും നമ്മൾ കഴിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവാറില്ല. എൻ്റെ വീട്ടിൽ ഒരു ഭയങ്കര വലിയൊരു സാലഡ് ലവറാണ്. എൻ്റെ ഹസ്ബൻഡിന് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ സാലഡ് പോലെ വേണം. ആളത് മാത്രമായിട്ട് മീലായിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീല് പോലെ നമുക്ക് ഫീൽ ചെയ്തു, കാരണം എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. സാലഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും കൂടി ഇഷ്ടമായി. എൻ്റെ മോനൊക്കെ കഴിച്ചു, ഭയങ്കര ക്രഞ്ചി ആയിരുന്നു. ഇപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആഡ് ചെയ്താൽ മതി. അതാണ് നിങ്ങളെല്ലാം ആദ്യം തന്നെ മിക്സ് ചെയ്യാത്തത്. ഓരോരുത്തർക്കും അവനവന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാരിക്കോരി എല്ലാം വിതറുന്നുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് വൺ ഞാനാണ് കേട്ടോ ചെയ്യണത്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തു. അതായത് എനിക്ക് ഫ്രൂട്ട്സും ഒരു മധുരം ഒക്കെ അതിൽ വരുന്ന എല്ലാം മിക്സ് ആയപ്പോൾ ഇഷ്ടമായി. പിന്നെ നമ്മുടെ പീനട്ടിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും പിന്നെ പഫ്ഡ് റൈസും അത്യാവശ്യം നല്ല കുറിക്കാൻ പാകത്തിലുള്ള ടൈപ്പ്, അതൊന്നും തണുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും ഒക്കെ കൂടി ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു കഴിക്കാൻ. നിങ്ങൾ ട്രസ്റ്റ് മീ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു ഡിന്നർ ടൈമിലൊരു മീലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. രാവിലെ ഉണ്ടാക്കിയാൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയുക. ഇതിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു മീൽ സാലഡ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ. ഈ സാലഡിന് നമ്മളങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്തോ.